അത് ഒരു എം പിക്ക് 1 കോടി രൂപ വരെ അനുവദിക്കാവുന്നതാണ്. അവർ അനുവദിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അനുവദിക്കാൻ ഇതനുസരിച്ച് വ്യവസ്ഥയുണ്ട്. ഈ അവസരങ്ങളൊക്കെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിക്കും. കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഉന്നതതല കമ്മിറ്റി കൂടി 151 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചതെങ്കിലും കേരളത്തിൽ SDRFൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് ശരിയല്ല എന്ന് കണ്ട് ചില ശുപാർശകൾ കേന്ദ്രത്തിന് മുന്നിൽ പരിഗണനയ്ക്കായി നൽകിയിരിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യവും സമൂഹത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്നതുമായ കാര്യം ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക എന്നതാണ്. 2005 പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൽ സെക്ഷൻ 13 ഇത്തരമൊരു സാധ്യത ഉള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരുടെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്. വയനാട് രാജ്യത്തെ 112 ആസ്പിറേഷൻ ജില്ലകളിൽ ഒന്നാണ്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ജില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള വയനാട് ജില്ലയിൽ അതിതീവ്രമായ ഒരു ദുരന്തം ഉണ്ടായിട്ടും ദുരന്തം ബാധിച്ച ജനങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക എന്ന പ്രാഥമികവും മനുഷ്യത്വപരവുമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. സെക്ഷൻ 13 നിയമപരമായ സാധ്യത വിനിയോഗിച്ച് ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാകണമെന്നതാണ് കാതലായ വിഷയം. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരണമെന്നാണ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ താലൂക്ക് തല അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ ചില ദിവസങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ അദാലത്ത് നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ ഫലപ്രദമായി സംഘടിപ്പിച്ചു. ഇതിലൂടെ നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. കലക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അദാലത്തുകൾ നടന്നത്. വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ 49 അദാലത്തുകളാണ് പൂർത്തീകരിച്ചത്. ഇനി 29 പൂർത്തീകരിക്കാനുള്ളത്. ഇന്നലെ വരെ അദാലത്തിലേക്ക് 36,931 പരാതികളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 12,738 പരാതികൾ തീർപ്പ് കൽപ്പിച്ചു. 19,253 പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. 4,940 പരാതികൾക്കാണ് അദാലത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. ഇതിൽ പകുതിയിലേറെ അദാലത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്തുള്ളതും നിയമപ്രശ്നങ്ങളടക്കമുള്ളതും അദാലത്തിൻ്റെ സമയപരിധിയിൽ തീർപ്പാക്കാൻ കഴിയാത്തതുമാണ്. ഈ പ്രക്രിയ ഇവിടെ അവസാനിക്കുകയല്ല, പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം കൂടുതൽ ശക്തമായി തുടരും. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. കണക്കുണ്ടാക്കിയിട്ടുണ്ടോ? എത്ര വീടാണ് നിർമ്മിക്കുന്നത്? ടോട്ടലി എത്ര യൂണിറ്റ്? അതോടൊപ്പം തന്നെ ഈ നെടുമ്പാലയിലൊക്കെ ഈ ലയങ്ങളുണ്ടല്ലോ, പാടികളുണ്ടല്ലോ, അവിടങ്ങളിൽ താമസിച്ചവരുടെ റീഹാബിലിറ്റേഷൻ ഇതിനൊപ്പം പരിഗണിക്കുന്നുണ്ടോ? ഇവിടെ പുനരധിവാസം എന്നത് ദുരന്തത്തിനിരയായവരെയാണ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, പൂർണ്ണമായി തകർന്നു പോയവർ എല്ലാമുണ്ട്. അങ്ങനെയുള്ളതിനാണ് ആദ്യ മുൻഗണന. പിന്നെ നേരത്തെ പറയുമ്പോൾ പറഞ്ഞു,
ഈ പ്രദേശത്ത് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ നമ്മൾ തന്നെ അവിടെ താമസിക്കരുതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരെ മാത്രമേ ഈ പുനരധിവാസ പ്രക്രിയയിൽ പരിഗണിക്കുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയുമ്പോൾ മുൻഗണന വീട് തകർന്ന് ദുരന്തത്തിൻ്റെ ഭാഗമായി വീട് തകർന്നവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാം ഘട്ടം എന്നത് ഈ നോഗോ സോൺ ആ പ്രദേശത്തുള്ളവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുനരധിവാസം രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. ആ വീട് നിർമ്മാണം ഒന്നിച്ച് തന്നെയാണ് നടത്തുന്നത്.